അതെ, എന്തിനാ ഈ സ്റ്റണ്ടൊക്കെ കാണിച്ചേ? മാല മോഷ്ടിച്ചവന് കൂട്ടുനിന്നതിന്. മണ്ട, മാല മോഷ്ടിച്ചവനെ ഞാൻ അറിയേയില്ല. നിന്റെ ഇടി പേടിച്ച് മാല എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഓടിയതാ. കള്ളം. എന്നെ വിശ്വസിക്കൂ. ഏതായാലും നിന്റെ സാമർഥ്യം മനസ്സിലാക്കാൻ ഒരവസരം കിട്ടും. നമ്മൾ തമ്മിൽ അടിച്ചാൽ ഈ ജനം സമ്മതിക്കുമോ? ഇതാ മാല. ഇതാ മോളെ മാല. വളരെ നന്ദി. നിങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിന്റെ കഴുത്ത് അവൻ ഞെരിച്ചു കൊല്ലുമായിരുന്നു. അപ്പോൾ സിസ്റ്റർ സെയിന്റ് ആൻഡ് സ്കൂളിൽ നിന്നും കുട്ടികളെ കൊണ്ട് എക്സ്കർഷന് വന്നതാണ്. മോളെ പേരെന്താ? ബിന്ദു. പേടിച്ചോ? ഇല്ല. മിടുക്കി. ഇതിന് ഐസ്ക്രീം കൊടുക്കൂ. സിസ്റ്റർ, ഏതായി കുട്ടി? വേദനിക്കുന്നൊരു കഥയാണ് ഇവളുടെ പിന്നിലുള്ളത്. അത് പുറത്ത് പറയരുതെന്ന് അവളുടെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവൾ എന്റെ കൂടെ ബോർഡിങ്ങിൽ താമസിക്കുന്നു. പാവം കുഞ്ഞ്. ഞങ്ങൾ വരട്ടെ? വരൂ ബിന്ദു. അങ്കിൾ വരുന്നോ? അങ്കിൾ നാളെ വരാം മോളെ. നല്ലൊരു കുഞ്ഞ്. എന്താ ആ കുഞ്ഞിനോട് ഇത്ര അടുപ്പം തോന്നാൻ? ആട്ടെ, നമ്മൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ജൂഡോ. ഇപ്പോഴത്തെ വേഷം ഇത്. നാളത്തെ വേഷം എന്താണെന്ന് ഇന്ന് പറയാനൊക്കെയില്ല. ഓഹോ, അതുപോട്ടെ, നിങ്ങൾ ആരാ? എന്റെ പേര് രാജേന്ദ്രൻ. മാറാൻ വേഷങ്ങളില്ലാത്തവൻ. പോകാൻ സ്ഥലങ്ങളുമില്ല എന്നുള്ള മട്ടാണോ? പോകാൻ സ്ഥലമുണ്ട്, പക്ഷേ സഞ്ചരിക്കാൻ കയ്യിൽ പണമില്ല. ഓഹോ, അപ്പോ ഉദ്യോഗാർത്ഥിയാണെന്ന് സാരം. കാറോട്ടിക്ക് അറിയാമോ? ഭംഗിയായി ഓടിക്കാം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് പൊട്ടനായി അഭിനയിക്കേണ്ടി വരും. പൊട്ടന്മാർക്ക് മാത്രം ജോലി കൊടുക്കുന്ന മുതലാളി ജീവകാരുണ്യമുള്ള ഒരാളായിരിക്കണമല്ലോ. ആദ്യം അപ്പം തിന്ന, പിന്നെ കുഴിയെണ്ണ. വാ. കണ്ടിട്ട് മിടുക്കനാണെന്ന് തോന്നുന്നു. പക്ഷെ നീ പറഞ്ഞതുപോലെ ഡ്രൈവിംഗിൽ ഇയാൾ അത്ര സമർത്ഥനാണ്. അയ്യോ, സമർത്ഥനാണെന്നോ? ഷോളാപുരം മോട്ടോർ റേസിൽ 3-4 പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുള്ള ആളാ. വേണ്ടി വന്നാൽ കാർ ഒഴിച്ച് പെരപ്പുറത്ത് കയറ്റും. ജൂഡോ, സാമർഥ്യത്തെക്കാൾ നമുക്ക് ആവശ്യം വിശ്വസ്തതയാണ്. അയ്യോ, വിശ്വസ്തതയാണ്. ഞാൻ പല ടെസ്റ്റ് നടത്തിയാ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഹോട്ടലിലേക്ക് പറ്റിയ ആളാ. നാടെവിടെയാണ്? ആള് ഒരു പൊട്ടനാ. കേൾക്കുന്നതില്ല, പക്ഷെ കേൾക്കാൻ വയ്യ. ഓഹോ, അല്ല, ഇവിടെ കാണുന്നതും കേൾക്കുന്നതും പുറത്ത് പറയാൻ പാടില്ലാത്ത ആളെ ആണല്ലോ ആവശ്യം. ഇവനാണെങ്കിൽ നാക്കെടുക്കാനും വയ്യ, ചെവി ഒട്ട് കേൾക്കാനും വയ്യ. ജൂഡോ, നീ പറഞ്ഞ സത്യമാണ്. ഇവൻ പൊട്ടൻ തന്നെയാണ്. മാനേജരോട് പറഞ്ഞിട്ട് ഡ്രൈവറായിട്ട് അപ്പാൻ ചെയ്യാൻ പറഞ്ഞു. പിന്നൊരു കാര്യം, ഇവിടെ പെരുമാറേണ്ടത് എങ്ങനെയാണെന്നെല്ലാം ഇവനെ പറഞ്ഞ് മനസ്സിലായിക്കോളൂ. ഇതൊരു വലിയ ഹോട്ടലാണ്. ഇവിടെ പെരുമാറുന്നത് വളരെ വിശ്വസ്തയോടുകൂടി. പറഞ്ഞ പോലെ ഹോട്ടലാണ് ഞാൻ അറിയത്. ഏതായാലും നിനക്ക് ചെവിക്കല്ലി കൊള്ളത് വെടി വെച്ചിട്ടും നീ അനങ്ങാതെ നിന്ന് നിന്നെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അയാൾ തോക്കെടുക്കുന്ന ഞാൻ കണ്ടു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ പരീക്ഷിക്കാനുള്ള വേലയാണ്. വേറെ ധാരാളം രഹസ്യങ്ങളൊരു ഹോട്ടലാണിത്. ഇപ്പൊ എന്റെ ഉടമസ്ഥനായിരിക്കുന്ന ഗോപി ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനല്ല, വേറെ ആളിൽ നിന്ന് അപഹരിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ യഥാർത്ഥ മുതലാളി ആര്? ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഒരു വലിയ രഹസ്യം കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ ഹോട്ടലിൽ താമസിക്കുന്നത്. എന്ത് വന്നാലും രാജേന്ദ്രൻ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. തീർച്ചയായും. പേടിയോ? പ്രത്യേക റൂമൊന്നുമില്ല. എന്തോ ബഹളം? അല്ല, അവന് തനിച്ച് കാർ ഷെഡിൽ കിടന്ന് ഉറങ്ങാൻ വയ്യ. പേടിയാവും. പേടിയാവും? ഞാൻ എന്തോടെ ചെറുത്താമല്ലോ. അല്ല, ഇനിയിപ്പോ അതാ ഒരു ചെറുത്താൻ മുമ്പ് നിന്നാൽ തന്നെയും ഇവരെങ്ങനെ പേടിക്കുന്നുണ്ട്. ചെറിയേക്കാൻ വയ്യല്ലോ. ആ പോട്ടെ. ഏതായാലും ജൂഡോയുടെ മുറിയിൽ അവനെ കൂടെ കൂട്ടിക്കൊള്ളു. രാജേന്ദ്ര, ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചെറുത്താൻ കേട്ടോ.